അതൊരു ആരാധന വസ്തുവല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ആരാധന വസ്തുവല്ല, ഓക്കെ ശരി. പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ. അത് ഞാൻ അറിയില്ല. ആ മറുപടി കൃത്യമായ മറുപടി. തങ്ങൾ എനിക്ക് സ്നേഹമുണ്ട്. നിങ്ങളൊരു ഒരു കാര്യം എനിക്ക് പറയാം. ഞാൻ പറയട്ടെ, തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന, എനിക്ക് നന്നായിട്ടറിയാം. തങ്ങളൊരു പാവമാണ്, നിഷ്കളങ്കന. പക്ഷെ വേറെ കാര്യമുണ്ട്, തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത്. വളരെ സ്നേഹത്തെ പറയാം, അത് കച്ചവടമാക്കരുത്. താങ്കൾ ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴെയൊക്കെ പൈസ കൊണ്ടിടുന്നത് എന്ത് പുണ്യമാണ്? ഈ ഒരു അറിയില്ല. ഞാനത് 8 കഴിഞ്ഞ ശേഷം കണ്ടത്. ഞാൻ 8 ശേഷം കണ്ടത്. ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത്. ഞാനത് കൊടിമരത്തിന് ജനങ്ങൾ ആരാധിക്കുന്നില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അതൊരു ഒരു മിനിറ്റ്. ഞാനതില് ആരോടും പൈസ ഇടാൻ പറഞ്ഞിട്ടില്ല. അതിലിപ്പോ ഞങ്ങള് മറ്റുള്ള മണല് നടക്കാൻ നിൽക്കുകയാണ്. പൈസ ഇടണ്ടെന്ന് പറഞ്ഞു. പൈസ ഇടാൻ പറഞ്ഞില്ലല്ലോ. ആ ഇട്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക്. പിന്നെ ആയിക്കോട്ടെ. പിന്നെ പൈസ തിരിച്ചു കൊടുത്തോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. പൈസ ഇടരുതെന്ന് പറഞ്ഞു, പക്ഷെ ഇട്ട പൈസ തിരിച്ചു കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ടാ? ലക്ഷ്യം അത് തന്നെയാണ്. ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ? ഇത്രയും പൈസ ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പൊന്നു തങ്ങളെ കഷ്ടപ്പെടുന്ന വീർപ്പൊഴുക്കുന്ന പൈസ. അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം അബീബായ മുത്തനബിക്ക് തെറി കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് നബിതങ്ങളെ തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക, നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ അതിനോട് ഉപമിക്കരുത്. മൂസാ നബിയും ചന്ദ്രാപ്പനും മൂസാക്കയും രണ്ടാണ്. അത് മനസ്സിലാക്കണം. ചന്ദ്രാപ്പനും മൂസാക്കാനെ മൂസാ നബിയോട് ഉപമിക്കരുത്. തങ്ങളുടെ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ്. മനസ്സിലായ അതിനകത്തൊന്നും കുഴപ്പമില്ല. തങ്ങൾ അങ്ങനെ ഉപമിക്കൊന്നും ചെയ്തിരുന്നില്ല. വിധങ്ങൾ നിങ്ങളെ പല ആളുകളും വരും. നിങ്ങളുടെ തെറ്റിദ്ധാരണ ആദ്യം മാറ്റി. തങ്ങളെ ആരെങ്കിലും ഒരാൾ കമ്പിട്ടിളക്കുമ്പോ അങ്ങനെ കുലുങ്ങുന്ന ആളല്ല ഞാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കാലം അത്രയും സോഷ്യൽ മീഡിയ, ഞാൻ ഒരു 2 കൊല്ലത്തിനടുത്തേ ഉള്ളൂ. ഈ കാലം അത്രയും തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ സജീവമായിട്ട് 2-2.5 കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ്. ഈ പലതും കാണുന്നുണ്ട്, പലതും കേൾക്കുന്നുണ്ട്. പക്ഷേ 3 കൊല്ലം മുമ്പുള്ള വീഡിയോ കിട്ടിയേ തങ്ങളെ ഞാൻ പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ലേ. 3 കൊല്ലമാണെങ്കിലും 10 കൊല്ലമാണെങ്കിലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ ലീഡേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീഡിയോ അയച്ചെന്നിട്ട് പറഞ്ഞു, എന്താണ് ഉസ്താദ് ഈ മതത്തിന്റെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കണ്ടേ? എന്റെ മനസ്സിൽ സ്വാഭാവികമായി വൈകാരികത ഉണ്ടാവില്ലേ? എന്റെ മതത്തെ അവഹേളിക്കുന്നതിനോട് വൈകാരികത ഉണ്ടാവില്ലേ? അല്ല പൊന്നു തങ്ങളെ, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. നിങ്ങൾ ഈ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തങ്ങളൊന്നും നിനക്ക് എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ തിരിച്ച് ദേഷ്യപ്പെടത്തില്ല. പക്ഷെ വേറെ ഞാൻ മറുപടി പറഞ്ഞിരിക്കും. ഓക്കെ, ശരി.